ഞാനിന്നൊരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നു. പിള്ളേഴ്സ് കുറേ ദിവസമായി പറയുന്നു ബിരിയാണി വേണം ബിരിയാണി വേണം, പക്ഷെ ചിക്കനൊക്കെ ഒടുക്കത്തെ വിലയാണ്. അപ്പോൾ ഇന്നലെ കുറച്ച് ചെമ്മീൻ വാങ്ങിച്ചായിരുന്നു. പിന്നെ ഒരു ചെമ്മീൻ ബിരിയാണി ആക്കിയാലോ എന്നങ്ങ് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് കടക്കാം നമുക്ക്. ആവശ്യമായ സാധനങ്ങൾ: ഉള്ളിയൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചു. ഉള്ളി കട്ട് ചെയ്യുന്നതൊക്കെ നിങ്ങളെ കാണിച്ചാൽ വളരെ ബോറായിരിക്കും, കരയുന്നത് നിങ്ങൾ കാണേണ്ടി വരും. പിന്നെ കുറച്ച് തക്കാളി ഒന്നേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളകും കൂടി അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ചെമ്മീനൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. പിള്ളേരുടെ കണ്ണ് പൊട്ടിക്കാൻ അങ്ങനെ കുറച്ച് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് മല്ലിയിലയും, ഇത്രയും ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീൻ ഞാൻ ഫ്രൈ ആവാൻ വെച്ചിട്ടുണ്ട്. ചെമ്മീൻ ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ഉള്ളി വഴറ്റാൻ നമ്മൾ സ്റ്റിക്ക് പാനിലേക്ക് ഇട്ട് കഴിഞ്ഞു. ഉള്ളി വേഗം വഴണ്ടി വരാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്താൽ വേഗം ഇത് വാടി വരുന്ന പറയുന്ന കേട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ച് പൊടിയിപ്പ് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി ഇളക്കിയെടുക്കാം. അതൊന്ന് നന്നായി വഴണ്ടി വരും. അതിനിടയിൽ ഒരു പൈനാപ്പിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേഴ്സ് പറഞ്ഞു അത് ഒന്ന് കട്ട് ചെയ്തതാണ്. അപ്പോൾ ഇനി അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ഒച്ചപ്പാടായിരിക്കും. നമ്മൾ പൈനാപ്പിളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് പഞ്ചസാരയും അങ്ങ് വിതറി കൊടുത്തു. ഇനി ഇതും കൊണ്ട് പിള്ളേഴ്സ് അങ്ങ് പോയിക്കോളും. അപ്പോഴേക്കും എനിക്ക് എൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. പൈനാപ്പിൾ കട്ട് ചെയ്യാൻ പോയി വരുമ്പോഴേക്കും ഉള്ളി കരിഞ്ഞു പോയോ എന്നൊരു സംശയം. അപ്പോൾ ഏതായാലും ഏകദേശം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി തക്കാളി ചേർത്ത് കൊടുക്കാം. അതൊന്ന് മിക്സായി വരണം. നമുക്ക് അടച്ചു വെക്കാം. സഹായിക്കാൻ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അങ്ങ് ഇട്ടങ്ങ് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളി തക്കാളി ഇതൊക്കെ ഏകദേശം വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇവർക്കൊന്നും അധികം എരിവ് പറ്റത്തില്ല. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്യാം. കളറിന് കുറച്ച് കാശ്മീരി ചില്ലി. പാകമൊന്നുമില്ല, എടുത്തങ്ങ് തട്ടലെന്നെ. ജീരകം, പെരുംജീരകം ഇട്ടു. പിന്നെ ഇതാ നേരത്തെ റെഡിയാക്കി വെച്ച ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത്. ഇനി എല്ലാം കൂടി അങ്ങ് നന്നായി മിക്സ് ചെയ്യും. കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതാ മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്ത് അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ചെമ്മീൻ ഫ്രൈ ചെയ്ത് ഏകദേശം റെഡിയായി. ഇത് മസാലയിലിട്ട് വഴറ്റി എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതിനി അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ഇനി ചോറുണ്ടാക്കാം. ചോറിന് എന്താ അരിയൊക്കെ നന്നായി കഴുകി വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ചോറ് നന്നായി കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പുളിനാരങ്ങ നീര്. പിന്നെ ഇതാ ഈ സംഭവങ്ങളൊക്കെ കറുവപ്പട്ട, ഏലക്ക, ബാക്കി അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. വെള്ളം ഇവിടുന്ന് തിളച്ച് വരുന്നുണ്ട്.
അതിലേക്ക് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് തന്നെ പുളിനാരങ്ങയൊക്കെ ഞാനങ്ങ് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. എന്നാൽ പിന്നെ ഇത് നമ്മൾ അരിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക വേണ്ട. അപ്പോൾ ഇതാ ചോറുണ്ടാക്കാനായിട്ട് നമ്മൾ കുക്കറിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് കഴുകി വെച്ച അരി ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ തിളച്ച വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. നമുക്ക് വെള്ളത്തിനൊന്നും അങ്ങനെ അളവൊന്നുമില്ല. നമ്മുടെ എല്ലാം മൊത്തത്തിലൊരു കൈക്കണക്കാണ്. ഓരോരുത്തർ ഇത്ര ഗ്ലാസ് അരിക്ക് ഇത്ര ഗ്ലാസ് വെള്ളം എന്നെല്ലാം പറയുന്നത് കേൾക്കാം. നമുക്ക് പിന്നെ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നമ്മൾ മൊത്തത്തിലങ്ങ് കൈക്കണക്കായിട്ട് അങ്ങോട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പ്ലേറ്റിലേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സാലഡൊന്നും ആക്കിയില്ല. ഈ പിള്ളേഴ്സൊന്നും സാലഡ് ഇഷ്ടമല്ല. അതുകൊണ്ടൊരു നാരങ്ങ അച്ചാറുണ്ടായിരുന്നു. നമ്മൾ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. എന്നാൽ പിന്നെ കഴിക്കട്ടെ. ടാറ്റാ.